ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. തത്വബോധം നമുക്ക് തുടർന്ന് നോക്കാം. വാസുദേവേന്ദ്രയോഗീന്ദ്രം നത്വാ ജ്ഞാനപ്രദം ഗുരും മുമുക്ഷൂണാം ഹിതാർത്ഥായ തത്വബോധോ വിധീയതേ. നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണശരീരം കിം അനിർവാച്യ അനാദി അവിദ്യാരൂപം ശരീരദ്വയസ്യ കാരണമാത്രം സത്സ്വരൂപ അജ്ഞാനം നിർവികൽപകരൂപം യദസ്തി തത്കാരണ ശരീരം എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതില് ഏതാണ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞ ഭാഗം? ശരീരദ്വയസ്യ കാരണമാത്രം എന്ന ഭാഗം നമ്മൾ നോക്കി. പിന്നെ നിർവികൽപക രൂപം എന്നുള്ളതും നോക്കി. അപ്പൊ അങ്ങനെ വികല്പമില്ലാത്തത്, അതായത് അംഗങ്ങളൊന്നുമില്ല, ഒരു വിത്ത് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയാണ് കാരണശരീരം. അതിനകത്ത് എല്ലാം അടങ്ങിയിരിക്കുന്നു. അതേസമയം വികല്പമില്ല, പുറത്തേക്കൊന്നും കാണാനും പറ്റില്ല. ഒരു വിത്തിനകത്ത് എങ്ങനെയാണോ വലിയ വലിയ വൃക്ഷങ്ങളെല്ലാം, വലിയ വൃക്ഷങ്ങളും ചെറിയ ചെടികളും ഏതെല്ലാം ആണെങ്കിലും ഒരു വിത്തിനകത്ത് എങ്ങനെയാണോ അകത്ത് അടങ്ങിയിരിക്കുന്നത് അതുപോലെ എന്ന് പഠിച്ചു. അടുത്തതായി അനിർവാച്യ അനാദി അവിദ്യാരൂപം, അതും കാരണശരീരത്തിന്റെ ഒരു ലക്ഷണമായിട്ട് പറയുന്നു. എന്താണ്? അനിർവാച്യ അനാദി അവിദ്യാരൂപം. അനിർവാച്യം എന്ന് പറഞ്ഞാൽ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അനിർവാച്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് വാക്കുകൊണ്ട് വിവരിക്കാൻ പറ്റാത്തത് എന്നാണ് അനിർവാച്യം എന്ന് പറഞ്ഞാൽ. വാക്കുകൊണ്ട് വിവരിക്കാൻ പറ്റാത്തത്. എപ്പോഴും നമ്മൾ ആ ഉപനിഷത്തിലൊക്കെ നോക്കിയിട്ടുണ്ട്. ബ്രഹ്മത്തെ കുറിച്ച് പറയുമ്പോൾ വാക്കുകൊണ്ട് വിവരിക്കാൻ പറ്റില്ല. എന്താണ്? ഒരു വസ്തുവിനെ വിവരിക്കണമെങ്കിൽ അതിന് ചില ഗുണങ്ങൾ വേണം. അപ്പോഴല്ലേ നമുക്ക് വിവരിക്കാൻ പറ്റുള്ളൂ. ഒരു വസ്തുവിനെ വിവരിക്കാൻ അതിന് ചില ഗുണങ്ങൾ കാണാം, അപ്പോഴേ വിവരിക്കാൻ പറ്റുകയുള്ളൂ. ഒരു ഈശ്വര രൂപം കണ്ടാൽ ധാരാളം വർണ്ണനകൾ ചെയ്യാം, ഇല്ലേ? ഇപ്പൊ ഗുരുവായൂരപ്പന്റെ രൂപം കണ്ടാൽ നാരായണീയത്തിലൊക്കെ നന്നായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അയ്യപ്പനെ കുറിച്ച് ചില പാട്ടുകളിലൊക്കെ നന്നായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. പരമശിവനെ കുറിച്ച് കുമാരസംഭവത്തിലൊക്കെ നന്നായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ രൂപം കാണുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വർണ്ണിക്കാൻ സാധിക്കും. കൃഷ്ണന്റെ രൂപം എത്ര നന്നായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അങ്ങനെ അതേസമയം ശിവലിംഗമായപ്പോഴോ അതിന്റെ വർണ്ണന അത്രയും എളുപ്പമല്ല. കൃഷ്ണന്റെ രൂപത്തെ വർണ്ണിക്കുന്ന പോലെ ശിവലിംഗത്തെ വർണ്ണിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ വർണ്ണന കുറയും. പിന്നെ ഒരു ജ്യോതിയെ വർണ്ണിക്കുമ്പോഴോ, ഒരു ദീപജ്യോതിയെ വർണ്ണിക്കുമ്പോഴോ പിന്നെയും കുറയും, അല്ലെ? കുറഞ്ഞു വരും. അപ്പോ ഒരു ബിന്ദുവിനെ, ചിലര് ധ്യാനത്തിന് വേണ്ടി ഒരു ബിന്ദുവിനെ മാത്രം ശ്രദ്ധിക്കുക എന്ന് പറയും. അപ്പൊ ബിന്ദുവിനെ വർണ്ണിക്കുമ്പോഴോ ഒരു ബിന്ദു മാത്രമുണ്ട്, അതിനെ വർണ്ണിക്കുകയാണെങ്കിലോ വീണ്ടും കുറയും. അപ്പൊ ഈ കാരണശരീരം വികല്പമായതിനാൽ, അംഗങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതിനാൽ അതിനെ വർണ്ണിക്കാനോ വിവരിക്കാനോ കഴിയില്ല. അതാണ് ഇവിടെ പറഞ്ഞു വന്നത്. കാരണശരീരം വികല്പമായതിനാൽ അതിനെ വർണ്ണിക്കാനോ വിവരിക്കാനോ കഴിയുകയില്ല. ഈ കാരണശരീരം മിഥ്യ എന്ന ഒരു തന്മയോടെ ഇരിക്കുന്നു. ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. അനുഭവത്തിലുണ്ട്, പക്ഷെ കാണുന്നില്ല. ആ ഒരവസ്ഥയെ മിഥ്യ എന്ന് പറയാം. അപ്പോ കാരണശരീരം മിഥ്യ എന്നൊരു തന്മയോടെയാണ് ഇരിക്കുന്നത്. മിഥ്യയെ വിശദീകരിക്കാനോ വിവരിക്കാനോ പറ്റില്ല. നമ്മൾ അതൊക്കെ ബ്രഹ്മസൂത്രം പഠിക്കുമ്പോഴാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ള അതിന്റെ വലിയ വിവരണത്തിൽ ശങ്കരാചാര്യ സ്വാമികൾ മിഥ്യയെക്കുറിച്ച് വളരെ വലുതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ആദ്യത്തെ സ്റ്റേജിൽ കൂടെ ഒക്കെ പതുക്കെ കടന്നു പോയാലേ അതെല്ലാം മനസ്സിലാവുള്ളൂ, ബ്രഹ്മസൂത്രമൊക്കെ പഠിക്കുന്ന കാലത്ത്. അപ്പൊ ഈ ശരീരം മിഥ്യ എന്നൊരു തന്മയോടെയാണ് ഇരിക്കുന്നത്. മിഥ്യയെ വിശദീകരിക്കാനോ വിവരിക്കാനോ പറ്റില്ല. വ്യവസ്ഥ ഇല്ലാത്തത് മിഥ്യ ആണ്. ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. ഒരു വ്യവസ്ഥയില്ല.
അപ്പോ ഇപ്പോ കയർ, അതിനാണ് വേദാന്തത്തിലെ പ്രസിദ്ധമായ കയറിന്റെ പാമ്പിന്റെയും ഉദാഹരണം പറയുന്നത്. അവിടെ പാമ്പിന് ഒരു ലക്ഷണം പറയുക എന്ന് പറഞ്ഞാൽ പറ്റുമോ? കയറില് ഒരാൾ പാമ്പിനെ ദർശിക്കുന്നു, പാമ്പിന് ലക്ഷണം പറയാൻ പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. എന്താ ആക്ച്വലി പാമ്പ് അവിടെ ഇല്ല. പിന്നെ എങ്ങനെയാ ലക്ഷണം പറഞ്ഞാൽ ശരിയാവുമോ? ശരിയാകത്തില്ല. അതൊരു തോന്നൽ മാത്രമല്ലേ, പാമ്പുണ്ട് എന്നുള്ളൊരു തോന്നൽ മാത്രമാണ്. അതിന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അവരോധിക്കുക, അതിനകത്തേക്ക് എന്താ പറയുക, നമ്മൾ അതിലൊന്ന് സങ്കല്പിക്കുക. അപ്പോ അതിനെന്തെങ്കിലും നിറം കൊടുക്കാനോ നീളം കൊടുക്കാനോ ഒന്നും പറഞ്ഞാൽ അതെല്ലാം കയറിന്റെ ലക്ഷണമായിട്ടേ വരത്തുള്ളൂ. അതിന്റെ നീളം, നമ്മൾ കാണുന്ന നീളം എന്തായിരിക്കും? കയറിന്റെ നീളമായിരിക്കും. അല്ലാതെ ശരിയായിട്ടുള്ള പാമ്പിന്റെ നീളമാണോ? അല്ല. നിറം എന്തായിരിക്കും? കയറിന്റെ നിറം തന്നെ ആയിരിക്കും പാമ്പിന്റെ നിറമായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോ നമ്മള് അവിടെ ആരോപിക്കപ്പെട്ട ആ പാമ്പില് നമ്മൾ എന്തെങ്കിലും ലക്ഷണം പറഞ്ഞാൽ അത് കയറിന്റെ ലക്ഷണമായി പോകും. പാമ്പിന്റെ ലക്ഷണം നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം പാമ്പിനെ അസത്ത് എന്ന് നമുക്ക് പറയാനും പറ്റില്ല. ഇല്ലാത്തത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം നമ്മള് നമ്മുടെ കാഴ്ചയിൽ പാമ്പായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ കണ്ണിന് അത് ഉള്ള പോലെയാണ് തോന്നുന്നത്. അതിനാൽ അത് മിഥ്യ എന്ന് പറയും. ഇങ്ങനെയാണ് മിഥ്യയെ കുറിച്ച് എങ്ങനെയാ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. കയറിനെ കണ്ടിട്ട് പാമ്പെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ കണ്ണിനത് പാമ്പെന്ന് തോന്നുകയും അതേസമയം യഥാർത്ഥ പാമ്പിന്റെ ലക്ഷണങ്ങളൊന്നും അതിനകത്ത് പറയാനും പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ. അതിനെയാണ് മിഥ്യ എന്ന് പറയുന്നത്. അതാണ് അനിർവാച്യ അനാദി അവിദ്യാരൂപം എന്ന് പറഞ്ഞതിന്റെ പൊരുൾ. ഇനി അതിനകത്ത് തന്നെ അനിർവാച്യ അനാദി എന്ന് പറയുന്നുണ്ട്. അനിർവാച്യ അനാദി, അനാദി എന്നുള്ളതിന് അപ്പൊ അനിർവാച്യം നമുക്കിപ്പോ മനസ്സിലായി. ഇനി അനാദി എന്നൊരു വാക്കും കൂടെ ഉണ്ട്. അനാദി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇല്ലേ? ആദിയും അന്തവും ഇല്ലാത്തത്. സ്ഥൂല ശരീരം നമുക്ക് കിട്ടിയതിന്റെ കാരണം പറഞ്ഞു ഇല്ലേ? എന്താണ് കാരണം? പഞ്ചഭൂതങ്ങളുടെ ആ പ്രവർത്തനം കൊണ്ടാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. പിന്നെ പഞ്ചഭൂതം എവിടെ നിന്നുണ്ടായി എന്ന് വെച്ചപ്പോ സൂക്ഷ്മ പഞ്ചഭൂതത്തിൽ നിന്നാണ് അതുണ്ടായത്, എന്നിട്ട് സ്ഥൂലമായി എന്ന് പറഞ്ഞു. അപ്പൊ സൂക്ഷ്മ പഞ്ചഭൂതമോ അത് കാരണാവസ്ഥയിൽ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ കാരണ ശരീരം എവിടെ നിന്ന് എന്ന് ചോദിച്ചപ്പോൾ പറയുന്നു അനാദി. അതിന് പറയാൻ പറ്റത്തില്ല എവിടെ നിന്ന് വന്നു എന്ന് പറയാൻ സാധിക്കില്ല. അതിന്റെ സമയം കണക്കാക്കാൻ പറ്റില്ല. അപ്പോ വേറെ ഒരു വസ്തുവിൽ നിന്ന് ഉണ്ടായതിന് മാത്രമേ നമുക്ക് ഇന്ന സ്ഥലത്തുണ്ടായി, ഇന്ന സമയത്തുണ്ടായി എന്നൊക്കെ പറയാൻ പറ്റൂ. ഒന്നിൽ നിന്നും പ്രത്യേകിച്ച് ഉണ്ടായത് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയില് അതിനെ അനാദി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതുണ്ട്, അതുണ്ട്, അത്ര തന്നെ. എപ്പോ ഉണ്ടായി എന്ന് പറയാൻ പറ്റും? അനാദിയാണ്. ഉണ്ടോ? ഉണ്ട്. അതാണ് അനാദി എന്ന് പറയുന്നതിന്റെ അവസ്ഥ. പിന്നീട് ഇതിന് വിശദമായിട്ട് ചില ചർച്ചകളൊക്കെ ഇതിന്റെ പൊക്കത്ത് വരും, ഈ അനാദി എന്നുള്ളതിന്. അതൊക്കെ വലിയ കൂടിയ സ്റ്റേജിലാണ്. ഇപ്പൊ നമ്മൾ അതിന്റെ സാമാന്യ ഒരു അർത്ഥമൊക്കെ നോക്കിയിട്ട് കടന്നു പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നീട് നമുക്ക് വിശദമായിട്ട് വരും നമ്മുടെ പാഠത്തിൽ. ഇപ്പൊ നോക്കാം. അനാദിക്ക് വേറൊരു അർത്ഥം, അതിനൊരു ബർത്ത്ഡേ പറയാൻ പറ്റില്ല എന്നുള്ളത്. ഈ പറഞ്ഞത് തന്നെ, ഒരു ബർത്ത്ഡേ, ഇന്ന ദിവസം ഇതുണ്ടായി എന്ന് പറയാൻ പറ്റില്ല അനാദി. ഇപ്പൊ സ്ഥൂല ശരീരത്തിന് ബർത്ത്ഡേ ഉണ്ട്. നമ്മളൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കുന്നില്ലേ? എല്ലാവരും വർഷത്തിലൊരിക്കൽ ബർത്ത്ഡേ ആഘോഷിക്കും. അതെങ്ങനെയാ പറ്റിയേ? സ്ഥൂല ശരീരം ഉണ്ടായത് അറിയാം. സ്ഥൂല ശരീരം ഈ ഭൂമിയിൽ വന്ന് ജനിച്ചത് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് ബർത്ത്ഡേ പറയാൻ പറ്റും. സൂക്ഷ്മ ശരീരത്തിനും പറയാൻ പറ്റില്ല, കാരണ ശരീരത്തിനും ഒട്ടും പറയാൻ പറ്റില്ല. ഇപ്പോ ടൈം അഥവാ കാലം, ആ ടൈം അഥവാ കാലം, അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇല്ലേ? എല്ലാത്തിനും കാലമുണ്ട്, ടൈമുണ്ട്. അതിനെ കാലമായിട്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് രണ്ട് അനുഭവങ്ങൾക്ക് ഇടയിലുള്ള സമയം, അതിനെയാണ് കാലം എന്ന് പറയും. രണ്ട് അനുഭവങ്ങൾക്ക് ഇടയിലുള്ള സമയത്തെ കാലം എന്ന് പറയാം. രണ്ട് അനുഭവങ്ങൾക്ക് ഇടയിലുള്ള സമയം. രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പിന് എന്ത് പറയും? ഡിസ്റ്റൻസ് എന്ന് പറയും. അങ്ങനെയല്ലേ? ഡിസ്റ്റൻസ് അളക്കുന്നത് എങ്ങനെ? രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള അതിനാണ് ഡിസ്റ്റൻസ് എന്ന് പറയാം. രണ്ട് അനുഭവം, അതായത് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു അനുഭവം, ക്ലാസ് കഴിഞ്ഞൊരു അനുഭവം, ഇതിന് രണ്ടിന്റെ ഇടയിലുള്ള സമയമാണ് ക്ലാസിന്റെ സമയം അല്ലെ? തുടങ്ങുന്നതിന് മുമ്പുള്ള സമയം,
അനുഭവം തുടങ്ങിയ തീർന്ന ശേഷമുള്ള അനുഭവം, ഇതിന്റെ ഇടയിലുള്ള സമയം എന്താണ്? അതാണ് ക്ലാസിന്റെ സമയം. രണ്ട് സമയം, അതിന്റെ ഇടയിൽ ഒരു സമയം. അതുപോലെ കാരണ ലെവലിൽ നോക്കിയാൽ കാരണശരീരത്തിൽ മനസ്സ് ഇരിക്കുമ്പോൾ, കാരണശരീരത്തിൽ മനസ്സിരിക്കുമ്പോൾ പുറത്ത് പ്രകടമാകാതെ, പുറത്തുള്ള കാര്യങ്ങളെ അറിയാതെ, ഇന്ദ്രിയങ്ങളെ ഉപയോഗപ്പെടുത്താതെ, മൈൻഡ് മാനിഫെസ്റ്റ് ആകാതെ, സൂക്ഷ്മ ശരീരത്തെ പോലും മനസ്സ് പ്രവർത്തിക്കാതിരിക്കുന്ന സമയം, അതായത് മനസ്സ് ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത സമയം, ആ സമയത്തിനെയാണ് എന്ത് പറയുന്നത്? അവിടെ കാരണശരീരം എന്ന് പറയുന്നത്. മനസ്സ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ശരീരമാണെന്ന് നമ്മൾ പഠിച്ചു. ആ മനസ്സ് കാരണ ലെവലിൽ നോക്കുമ്പോ കാരണശരീരത്തില് മനസ്സ് പുറത്ത് പ്രകടമാകാതെ, പുറത്തുള്ള കാര്യങ്ങളെ അറിയാതെ, ഇന്ദ്രിയങ്ങളെയൊന്നും ഉപയോഗപ്പെടുത്താതെ, മനസ്സ് മാനിഫെസ്റ്റ് ആകാതെ, സൂക്ഷ്മ ശരീരത്തെ പോലും മനസ്സ് പ്രവർത്തിപ്പിക്കാതിരിക്കുന്നു. അതായത് മനസ്സ് ഒന്നും രജിസ്റ്റർ ചെയ്യുന്നില്ല, മനസ്സിൽ ഒന്നും രേഖപ്പെടുത്തപ്പെടുന്നില്ല. അതിനാൽ ഇവിടെ കാലത്തെ പറ്റി പറയാൻ പറ്റില്ല. എന്തെങ്കിലും രേഖപ്പെടുത്തിയാലേ പറയുള്ളൂ, കാലത്തെ പറ്റി പറയാൻ പറ്റുള്ളൂ. അതായത് രണ്ട് അനുഭവങ്ങളെ രേഖപ്പെടുത്തിയാലേ കാലം പറയാൻ പറ്റുള്ളൂ. ഇവിടെ മനസ്സ് ഒന്നും രേഖപ്പെടുത്തുന്നില്ല. മനസ്സ് ആ ഒരേ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒന്നും പ്രകടമാക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥ. അതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ അതൊന്നും പ്രകടമാക്കാനുള്ള അനുഭവങ്ങളായിട്ടില്ല, ബീജാവസ്ഥയിലിരിക്കുന്നു. അതുകൊണ്ട് അത് അനാദി. ഇന്ന സമയം അതുണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ഉറക്കത്തില് നമ്മൾ ഇരിക്കുന്നത്, ആ ഗാഠനിദ്രയിൽ നമ്മൾ എവിടെ ഇരിക്കുന്നതെന്ന് പഠിച്ചു, കാരണശരീരത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ കാരണശരീരത്തിൽ പ്രവേശിച്ച ഉടനെ കാലം എന്ന കൺസെപ്റ്റ് ഇല്ലാതെയാണ്. ആ ഗാഠനിദ്രയിൽ പ്രവേശിക്കുമ്പോ ഉടനെ തന്നെ എന്താവും? കാലം എന്നുള്ളത് നമുക്ക് അറിയാതെ കണ്ടാകും. കാരണം നമ്മൾ സമയം അറിയുന്നില്ലായിരുന്നു. ആ ഗാഠനിദ്രയില് ഒന്നും അറിയാത്ത അവസ്ഥയിൽ സമയവും അറിയുന്നില്ലല്ലോ, ഒന്നും അറിയുന്നില്ല. എത്ര സമയം ഉറങ്ങിയാലും അത് അക്സെപ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. എത്ര സമയം ഉറങ്ങിയാലും അത് അക്സെപ്റ്റ് ചെയ്യും, വേറെ ഒന്നുമില്ല. എത്ര സമയം ഉറങ്ങിയാലും അക്സെപ്റ്റ് ചെയ്യും. ഉറക്കത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എത്ര സമയം ഒന്നും അവിടെ ഒന്നും കണക്കാക്കാനൊന്നും പറ്റില്ല. എത്ര ഉറങ്ങിയാലും അത് അക്സെപ്റ്റ് ചെയ്യും. കണ്ണ് അടയ്ക്കുന്നതും ഉറങ്ങുന്നതും അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കണ്ണടയ്ക്കുന്നതായിട്ട് അറിയാൻ പറ്റും, ഉറങ്ങാൻ തുടങ്ങുന്നതൊന്നും ഉറങ്ങാൻ പറ്റും. എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കണ്ണടയ്ക്കുന്നത് പറ്റും. ആരെ കൊണ്ടും എത്ര കറക്റ്റായിട്ട് ഉറങ്ങാൻ തുടങ്ങിയത് എപ്പോ എന്ന് പറയാൻ പറ്റില്ല. ഒരു വ്യക്തിക്കും പറ്റില്ല. വേറെ ആൾക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, ഇയാൾ കണ്ണടച്ച് ഇങ്ങനെ തൂങ്ങാൻ തുടങ്ങുമ്പോ അപ്പോഴാണെന്ന് പറയാൻ പറ്റും. പക്ഷെ അവനവന് പറയാൻ പറ്റില്ല. കാരണശരീരം ബിയോണ്ട് ടൈം ആണ്, കാലത്തിനപ്പുറമാണ് കാരണശരീരം. അതുകൊണ്ടാണ് അനാദി എന്ന് പറയുന്നത്. അതിന്റെ എപ്പോഴുണ്ടായി നമ്മുടെ ഈ കാരണശരീരം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ പറയുന്നു അവിദ്യാരൂപം. അവിദ്യാരൂപം എന്ന് പറയാൻ മിഥ്യാരൂപം തന്നെ. അവിദ്യാരൂപം എന്നത് മിഥ്യാസ്വരൂപമാണ്. അപ്പൊ പാലിൽ നിന്ന് തൈര് ഉണ്ടാക്കുമ്പോ പാലിന്റെ തന്മയാണ് തൈരിൽ വരുന്നത്. പാലിന്റെ ഗുണമെന്തോ അതനുസരിച്ചായിരിക്കും തൈരിന്റെ ഗുണം. അത് വേറെ ആയിരിക്കില്ല. നല്ല പാലും തൈര് മോശം അങ്ങനെയല്ല, പാലിന്റെ ഗുണം എന്താണോ അതനുസരിച്ചാണ് തൈരിൽ ഉണ്ടാവുന്നത്. കാരണശരീരം എന്തെങ്കിലും വസ്തുവിൽ നിന്ന് ഉണ്ടായതാണെങ്കിൽ ആ വസ്തുവിന്റെ തന്മ കാരണശരീരത്തിലും ഉണ്ടായിരിക്കണം, അല്ലെ? ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു വസ്തുവിൽ നിന്ന് വേറൊരു വസ്തു ഉണ്ടാകുമ്പോ ആ ഉണ്ടാക്കപ്പെടുന്ന വസ്തു ഉണ്ടാകാനായിട്ട് എടുക്കുന്ന വസ്തുവിന്റെ തന്മ ഉണ്ടായിരിക്കും ഇതിനകത്ത്, അല്ലാതെ പറ്റില്ലല്ലോ. രണ്ടും ഒരേ സംഭവമല്ലേ. അപ്പോ കാരണശരീരം ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്നുണ്ടായതാണെങ്കിൽ
ആ വസ്തുവിന്റെ തന്മ ഈ കാരണശരീരത്തിലും ഉണ്ടായിരിക്കണം. കാരണശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരം ഉണ്ടായി, സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് സ്ഥൂല ശരീരം ഉണ്ടായി. അപ്പോൾ കാരണശരീരത്തിന്റെ തന്മ മാത്രമേ സ്ഥൂല ശരീരത്തിന് വരികയുള്ളൂ. ഈ നിയമം അനുസരിച്ച് ഒരു വസ്തുവിൽ നിന്ന് വേറൊരു വസ്തു ഉണ്ടാകുമ്പോൾ ആദ്യത്തെ വസ്തുവിന്റെ തന്മ രണ്ടാമത്തെ വസ്തുവിൽ കാണും എന്നുള്ള നിയമം അനുസരിച്ച് കാരണശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരം ഉണ്ടാകുമ്പോൾ കാരണശരീരത്തിന്റെ തന്മ മാത്രമേ സൂക്ഷ്മ ശരീരത്തിന് കാണുള്ളൂ. സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് സ്ഥൂല ശരീരം ഉണ്ടാകുമ്പോഴും അതേ തന്മ തന്നെ ഇങ്ങോട്ട് പാസ് ചെയ്യുള്ളൂ. അപ്പോ ഇതിൽ രണ്ടിലും സൂക്ഷ്മ ശരീരത്തിലും സ്ഥൂല ശരീരത്തിലും ഏതിന്റെ തന്മയാണുള്ളത്? കാരണശരീരത്തിന്റെ തന്മ. കാരണശരീരം ഒരു വസ്തുവിൽ നിന്നും ഉണ്ടായതല്ല, അതും പറയുന്നുണ്ട്. കാരണശരീരം ഒരു വസ്തുവിൽ നിന്നും ഉണ്ടായതല്ല, അത് മിഥ്യയാണെന്ന് വന്നു. അപ്പോ അനാദിയാണെന്നും വന്നു. അപ്പൊ കാരണശരീരത്തിന്റെ തന്മയെ സൂര്യശരീരത്തിന് വരികയുള്ളൂ. കാരണശരീരം ഒരു വസ്തുവിൽ നിന്നും ഉണ്ടായതല്ല എങ്കിൽ എന്താണ് അതിന് ആധാരം? ചോദ്യം ഉണ്ടല്ലോ. അങ്ങനെയെങ്കിൽ അതിന്റെ ആധാരം എന്ത്? എന്തെങ്കിലും ഒരു ആധാരമില്ലാതെ പറ്റത്തില്ലല്ലോ. എന്താണ് ആധാരം? അപ്പോൾ പറയുന്നു ആത്മാവാണ് അതിന് ആധാരം. ആധാരം വേണ്ടേ? അതൊരു നിലനിൽപ്പ് വേണ്ടേ? അതെവിടെയാണ് നിലനിൽക്കുന്നത്? ആധാരമായിരിക്കുന്നത് എവിടെയാണ്? അതിന്റെ ആരാണ് അതിനെ ഉൾക്കൊണ്ട് നിർത്തി വെച്ചിരിക്കുന്നത്? അത് ആത്മാവാണ് അതിന് ആധാരം. അപ്പോ ആത്മാ എന്ന് പറഞ്ഞാൽ ബ്രഹ്മൻ തന്നെ അതിന് ആധാരം. പരമാത്മാ തന്നെ ആധാരം. ഇതെല്ലാം ഒന്ന് തന്നെ. ആത്മാ, ബ്രഹ്മം, പരമാത്മ, ഇതൊക്കെയാണ് അതിന് ആധാരം. ആത്മതത്വത്തിൽ കയറിലെ പാമ്പിനെ പോലെ, ആത്മതത്വത്തില് കയറില് പാമ്പിനെ പോലെ ഓർത്തോണം, കാരണശരീരം ആരോപിക്കപ്പെട്ടിരിക്കുന്നു. അധ്യാസം നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആത്മാവിൽ കാരണശരീരം ആരോപിക്കപ്പെട്ടിരിക്കുന്നു. ആത്മതത്വത്തില് കാരണ ശരീരം കയറിലെ പാമ്പിനെ പോലെ അധ്യാസം ചെയ്യപ്പെട്ടിരിക്കുന്നു. കയറിൽ പാമ്പിനെ കാണുമ്പോൾ രണ്ടും എത്ര നേരം ഉണ്ടാവും? എത്ര നേരം ഉണ്ടാവും? കയറിൽ കയറിനെ പാമ്പിനെ കാണുന്നു, അധ്യാസം ചെയ്യുന്നു, പാമ്പാണെന്ന് വിചാരിക്കുന്നു. എത്ര നേരം അതുണ്ടാവും ആ വിചാരം? എപ്പോഴാണോ അജ്ഞാനം മാറി, ആ തെറ്റായ ധാരണ മാറി, ശരിയായ അറിവുണ്ടാകുന്നത്, അത്രേ സമയമുള്ളൂ. വളരെ കുറച്ച് സമയം ആയിരിക്കും പാമ്പ് എന്നുള്ള വിചാരം ഉണ്ടായിരിക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ അത് മാറും. കയറാണ് എന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ പാമ്പ് എന്നുള്ള വിചാരം പോകും. അപ്പോഴോ കുറച്ച് സമയത്തേക്കല്ലേ ഉള്ളൂ. സത്യം അറിയുന്നത് വരെ എന്നർത്ഥം. കുറച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് ഒരിക്കലും അറിയത്തില്ലായിരിക്കാം, അത് വേറെ കാര്യം. അപ്പൊ സത്യം അറിയുന്നത് വരെ മാത്രമേ ആ അധ്യാസം എന്നുള്ള സംഭവം, ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ അവിടെ നിലനിൽക്കുകയുള്ളൂ. പിന്നെന്താ കാണുന്നത്? സ്ഥിരമായിട്ട് കയറാണ് സ്ഥിരമായിട്ട് കാണുന്നത്. അതല്ലേ സ്ഥിരമായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. സ്ഥിരമായ കയറിനെയാണ് പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ആത്മാ ശാശ്വതം, കാരണശരീരം മിഥ്യ എന്ന് പറയുന്നത്. ആത്മാ ശാശ്വതം, കാരണശരീരം മിഥ്യ. അതാണ് മിഥ്യാസ്വരൂപം എന്നിവിടെ പറഞ്ഞത്. പിന്നെ എന്താണ് അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞല്ലോ. കാരണശരീരം കിം എന്നുള്ള സ്ഥലത്ത് അനിർവാച്യ, അതിപ്പോ നമ്മൾ നോക്കി. അനാദി, അതും നോക്കി. അവിദ്യാരൂപം, അതും നോക്കി. പിന്നെ ശരീരദ്വയസ്യ കാരണമാത്രം, അതും നമ്മൾ നോക്കി. ഇനി എന്താണ്? സത് സ്വരൂപ അജ്ഞാനം. സത്സ്വരൂപ അജ്ഞാനം, അതാണ് ഇനി നോക്കാൻ പോകുന്നത്. സത്സ്വരൂപ അജ്ഞാനം. ഇവിടെ കോസ് ആൻഡ് ഇഫക്റ്റ് തിയറി ഉണ്ട്, അല്ലെ? കോസ് ആൻഡ് ഇഫക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫക്റ്റ് തിയറി ഉണ്ട്. കാര്യകാരണ തത്വം. കാര്യത്തിൽ നിന്ന് കാരണത്തിന്റെ ഗുണം ഉണ്ടാകും. കാര്യത്തിൽ നിന്നല്ല, കാര്യത്തിൽ കാരണത്തിന്റെ ഗുണം ഉണ്ടാകും. കളിമൺ പാത്രം, ഇല്ലേ? കളിമൺ പാത്രം. ഇപ്പൊ കളിമണ്ണിൽ നിന്ന് കളിമൺ പാത്രം. അപ്പൊ കളിമൺ പാത്രത്തില് ആരുടെ ഗുണം ഉണ്ടാവും? കളിമണ്ണിന്റെ ഗുണം ഉണ്ടാവും. കളിമണ്ണിൽ നിന്ന് കളിമൺ പാത്രം. കളിമൺ പാത്രം കാര്യം, കളിമണ്ണ് കാരണം. അപ്പൊ കാര്യത്തിൽ കാരണത്തിന്റെ, കളിമൺ പാത്രത്തിൽ കളിമണ്ണിന്റെ
ഗുണമുണ്ടാകും. തന്മയെ നോക്കി കാരണത്തിന്റെ തന്മയെ അറിയാം. അപ്പൊ ഒരു പാത്രം കയ്യിൽ കിട്ടുമ്പോ ആ പാത്രം നോക്കിയാൽ അതെന്ത് പാത്രമാണെന്ന് അറിയാം. മൺപാത്രമാണെങ്കിൽ, കളിമണ്ണിന്റെ പാത്രമാണെങ്കിൽ കളിമണ്ണാണ്, കളിമണ്ണിൽ നിന്ന് ഉണ്ടായത്. എന്തെങ്കിലും ലോഹങ്ങളാണെങ്കിൽ ആ ലോഹത്തിൽ നിന്നായത്. ആഭരണം കയ്യിൽ കിട്ടുമ്പോൾ സ്വർണമാണെങ്കിൽ സ്വർണത്തിൽ നിന്ന്, വെള്ളിയാണെങ്കിൽ വെള്ളിയിൽ നിന്ന്. ഇങ്ങനെ നമുക്ക് അതിന്റെ തന്മയെ അറിയാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ മനസ്സിനെ കാര്യമായി ഒന്ന് നോക്കണം. കാര്യം ഇപ്പൊ ഈ പറഞ്ഞത് എന്താണ്? ആഭരണങ്ങള്, പാത്രങ്ങളൊക്കെ കാര്യം. കാരണം അതുണ്ടാക്കപ്പെട്ടിരിക്കുന്ന വസ്തു ലോഹങ്ങളെങ്കിൽ ലോഹങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അത്. അതുപോലെ മനസ്സിനെ ഒരു കാര്യമായിട്ട് എടുക്കണം. മനസ്സിനെ കാര്യമായിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ സൂക്ഷ്മ ശരീരത്തിന്റെ തന്മകളെല്ലാം അതിനുണ്ടാവും, ഇല്ലേ? മനസ്സുണ്ടായത് സൂക്ഷ്മ ശരീരമാണ് മനസ്സ്. അപ്പോ അതിന് കാരണമായ, സൂക്ഷ്മ ശരീരത്തിന് കാരണമായ കാരണശരീരത്തിലും ഈ തന്മ ഉണ്ടായിരിക്കണം. തിരിച്ചാണ് ഇപ്പൊ നോക്കുന്നത്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് കാരണശരീരത്തിൽ ഇങ്ങോട്ട് വന്നാലും തിരിച്ച് പുറകോട്ട് പോകും. സൂക്ഷ്മ ശരീരത്തിൽ എന്ത് തന്മയുണ്ടോ, അതായത് സൂക്ഷ്മ ശരീരം ഉണ്ടായത് കാരണശരീരത്തിൽ നിന്നായതിനാൽ സൂക്ഷ്മ ശരീരത്തിൽ എന്ത് തന്മയുണ്ടോ ആ തന്മ എവിടെ കാണും? കാരണശരീരത്തിലും കാണും. ആഭരണത്തില്, സ്വർണ്ണാഭരണങ്ങളിൽ സ്വർണമുണ്ട്, അത് സ്വർണം എന്ന ലോഹം അവിടെ ഉണ്ട്, അതിന്റെ തന്മ സ്വർണമാണ് എന്ന് തിരിച്ചറിയുന്ന പോലെ സൂക്ഷ്മ ശരീരത്തിന്റെ തന്മ കാരണശരീരത്തിൽ കാണും. അപ്പോ ഒരു കാര്യം കൂടി അറിയാം. എന്താണ്? സത്വം, രജ, തമോ ഗുണങ്ങൾ മനസ്സിലുണ്ട്, അല്ലെ? മനസ്സിൽ എന്തൊക്കെയാ ഉള്ളേ? സത്വ, രജ, തമോ ഗുണങ്ങൾ മനസ്സിലുണ്ട്. അപ്പൊ എന്താണ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം? കാരണശരീരത്തിലുള്ളത് അല്ല, സൂക്ഷ്മ ശരീരത്തിലുള്ളത് കാരണശരീരത്തിൽ ഉണ്ടാകും. സൂക്ഷ്മ ശരീരത്തിൽ എന്തുണ്ട്? സത്വ, രജ, തമോ ഗുണങ്ങളുണ്ട്. അപ്പൊ അതെവിടെ ഉണ്ടാകും? കാരണശരീരത്തിലും ഉണ്ടാകും. അതുപോലെ എല്ലാ ജീവരാശികൾക്കും ആത്മതത്വത്തെ കുറിച്ച് ഒരു അജ്ഞാനത്തോടെ അവ പിറക്കുന്നു. എല്ലാ ജീവരാശികളും ആത്മതത്വത്തെ കുറിച്ച് ഒരു അജ്ഞാനത്തോടെയാണ് പിറക്കുന്നത്. അതായത് മനസ്സിൽ ആത്മ അജ്ഞാനം ഉണ്ട്. മനസ്സില് ആത്മ അജ്ഞാനം ഉണ്ട്. അതാണ് ഇവിടെ സത്സ്വരൂപ അജ്ഞാനം എന്ന് പറഞ്ഞു. എല്ലാ ജീവികളും ജനിക്കുന്നത് ആത്മാവിനെ കുറിച്ചുള്ള അജ്ഞതയോടുകൂടിയാണ്. ആത്മ അജ്ഞാനം എല്ലാവരിലും ഉണ്ട്. ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമാണ് ആ അജ്ഞാനം മാറി ജ്ഞാനം ഉദിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പണി ചെയ്യുന്നത് മുഴുവൻ എന്തിനാണ്? ഈ ക്ലാസ്സുകളൊക്കെ എന്തിനാണ്? ഈ പഠിത്തം മുഴുവൻ എന്തിനാണ്? വേദാന്തം മുഴുവൻ എന്തിനാണ്? നമ്മളിലുള്ള ജന്മനാ ഉള്ള ആ അജ്ഞാനത്തെ മാറ്റി ജ്ഞാനം വരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായില്ലയോ? കാരണശരീരം എന്താണ്? അജ്ഞാനസ്വരൂപം. ആത്മാവിനെ കുറിച്ച് അറിയാതെ ഇരിക്കുന്ന അജ്ഞാനവും അതിൻ്റെ ഒരു കാര്യമാണ്. പിന്നെ അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? സത്വരജ തമോ ഗുണങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കാരണശരീരത്തിൽ നിന്ന് തന്നെ മാറണം. കാരണം കാരണത്തിൽ നിന്ന് സൂക്ഷ്മം, സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലം. അപ്പൊ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ സ്ഥൂലം നഷ്ടപ്പെടും, പിന്നെ സൂക്ഷ്മം ഉണ്ടാവും. സൂക്ഷ്മം നഷ്ടപ്പെട്ടില്ലെങ്കിലോ വീണ്ടും സ്ഥൂലത്തിലേക്ക് പോകേണ്ടി വരും. അപ്പൊ സൂക്ഷ്മവും ഇല്ലാതെ കണ്ടാവണം. സൂക്ഷ്മം ഇല്ലാതെ കണ്ടാവുമ്പോ പിന്നെന്തുണ്ടാവും? കാരണമുണ്ടാവും. കാരണമുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് സൂക്ഷ്മം ഉണ്ടാവും. അപ്പൊ കാരണവും ഇല്ലാതെ ആകണം. അങ്ങനെ അജ്ഞാനത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ് വേദാന്തം പഠിക്കുന്നത്, സാധനകൾ ചെയ്യുന്നത്. അപ്പോ എല്ലാ ജീവികളും ആത്മതത്വത്തെ കുറിച്ചൊരു അജ്ഞാനത്തോടെയാണ് പിറക്കുന്നത്. ആർക്കും ഞാൻ ആര് എന്നറിയില്ല. വേദാന്തത്തിന്റെ കട്ടി വേദാന്തത്തിലേക്ക് വന്നു. ഞാൻ ആര് എന്ന് ആർക്കും അറിയില്ല, ഇല്ലേ? അതല്ലേ പഠിക്കുന്നത്. എവിടെ ചെന്നാലിപ്പോ അതല്ലേ പഠിക്കേണ്ടത്.
വലിയ ഗുരുക്കന്മാരൊക്കെ പറയുന്നത് എന്താണ്? ഞാൻ ആര് എന്ന് കണ്ടുപിടിക്കൂ, ഞാൻ ആര് എന്ന് മനസ്സിലാക്കൂ. അതാണ് വേദാന്തം. അപ്പോ ആർക്കും ഇതറിയില്ല. ആർക്കെങ്കിലും അറിയാവോ? ആർക്കും അറിയില്ല. ജനിക്കുമ്പോ ആർക്കെങ്കിലും അറിയാവോ? ഇല്ല. പഠിച്ച് 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 ഗുരുവിന്റെ മുഖത്ത് നിന്ന് ഉപദേശം കിട്ടി കിട്ടി മെല്ലെ മെല്ലെ ചിന്തിച്ച് ഒരുപാട് സാധനങ്ങളെല്ലാം ചെയ്തിട്ടാണ് ആ അവസ്ഥയിലേക്ക് എത്തുന്നത്. പിന്നെ എന്താ ഉണ്ടാവണേ? ചെറുപ്രായത്തില് നമ്മള് ഒരു സ്ഥൂല ശരീരമായിട്ട് ഇവിടെ വരുമ്പോ നമ്മുടെ ആരാണ്? അച്ഛനമ്മമാര് ഒരു പേരിടും, അല്ലേ? ജനിച്ചു കഴിയുമ്പോ ഒരു പേരിടും. ജനിച്ചു കഴിയുമ്പോ എന്ന് പറയുമ്പോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സൂക്ഷ്മ ശരീരത്തിന് കാരണ ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരമുണ്ടായി, സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് ഒരു സ്ഥൂല ശരീരം ലഭിക്കുന്നു. ആ സ്ഥൂല ശരീരം ലഭിച്ചാൽ ഉടനെ ഇവിടെ ഭൂമിയിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു പേര് കിട്ടും നമുക്ക്, അല്ലേ? ഒരു പേര്, എന്തെങ്കിലും ഒരു പേര് നമുക്ക് തരും. പിന്നെ നമ്മൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ആ പേരുകൊണ്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ യഥാർത്ഥ ഞാൻ എന്നുള്ളത് അറിയാൻ വലിയ ബുദ്ധിമുട്ടായി പോകും. പിന്നെ എന്താണ്? ഞാൻ രാമൻ, ഞാൻ കേശവൻ, ഞാൻ കൃഷ്ണൻ, ഞാൻ പാർവതി, ഞാൻ ഭൈരവി, ഞാൻ കല്യാണി, ഞാൻ പാറുക്കുട്ടി, ഇങ്ങനെ ഓരോ പേരാണ് എനിക്ക്, അല്ലേ? ഞാൻ ആര് എന്നുള്ളത് അവിടെ ഐഡന്റിറ്റി ആദ്യമേ പോവുകയാണ്. ജനിച്ച ഉടനെ വേറൊരാളൊരു പേര് തന്നു, പിന്നെ നമ്മൾ ആ പേരായി. അതാണ് ഞാൻ ആരെന്ന് ചോദിച്ചാൽ ഞാൻ പരമേശ്വരൻ എന്ന് പറയും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോ ഈ ഉപനയനം കഴിച്ചു കഴിഞ്ഞാൽ, ഉപനയനം നടത്തി കഴിയുമ്പോൾ കുട്ടികളെ കൊണ്ട് ഒരു മന്ത്രം പറയിക്കും മറ്റുള്ളവരെ നമസ്കരിക്കാൻ നേരത്ത്. അവിടെ പറഞ്ഞു കൊടുക്കുന്ന ഇതാണ്: ഏത് ഗോത്രത്തിൽ, ഇന്ന ഗോത്രത്തില്, ഇന്ന മഹർഷിയുടെ ഇന്ന സംഭവത്തില്, ഇന്ന കുലത്തില്, ഇന്ന പേരില് ഞാൻ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. അത് യഥാർത്ഥ അജ്ഞാനത്തിനുള്ള വഴിയാണ്. ഇന്ന പേര് അഭിവാദയെ കാശ്യപ ആപസ്സാര് നൈദ്രവ ത്രയാർഷയെ പ്രവരാനിത് നൈദ്രവ കാശ്യപ ഗോത്ര ആപസ്തംഭ സൂത്ര യജിശാഖാധ്യായി. അങ്ങനെ ആ ഏതിൽ ശാഖയാണോ വരുന്നത് ആ ശാഖയുടെ പേരൊക്കെ പറഞ്ഞിട്ട് അവിടത്തെ പരമേശ്വരനാമാഹം, അല്ലെങ്കിൽ ശിവരാമകൃഷ്ണനാമാഹം, ഹരിഹരനാമാഹം, അങ്ങനെ ഇന്ന പേരിലുള്ള ഞാൻ ഇവിടെ ഈ ഭൂമിയില് ഇന്ന പേരിലാണ് ഞാൻ എന്ന് പറയും. അസ്മിഭോഹോ, ഈ ഭൂമിയില് ഞാൻ ഇന്ന പേരില് അറിയപ്പെടുന്നു എന്ന് പറയും. അപ്പൊ ആയില്ലേ? അത് ക്ലിയർ. അല്ലാത്ത സമയത്തോ അത് പറയുമ്പോ ഈ ഭൂമിയിൽ ഇന്ന പേരിൽ ഞാൻ അറിയപ്പെടുന്നു, അപ്പൊ ഞാൻ ഇന്ന പേരിൽ അറിയപ്പെടുന്നത് കൊണ്ട് ഒറിജിനൽ ഞാൻ ആത്മസ്വരൂപമാണ് എന്ന് മനസ്സിലാക്കണം. പക്ഷെ ഇതൊക്കെ വെച്ച് നമസ്കരിച്ചാല് ആരും ഇതൊന്നും അറിയത്തില്ല, ഇതൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല. ഞാൻ ആര് എന്നുള്ളത് അവിടെ തന്നെ പഠിക്കാനൊരു ചോദ്യത്തിനുള്ളൊരു വഴി അവിടെ ഉണ്ട്, പക്ഷെ ആരും നോക്കാറില്ല. ഈ പേരിലാണ് നമ്മൾ ഇങ്ങനെ കുഞ്ഞിലെ തൊട്ടേ നമ്മൾ അങ്ങനെ അറിഞ്ഞ് നമുക്കതിൽ നിന്ന് ഊരി വരാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അങ്ങനെ തന്നെ മരിക്കുകയും ചെയ്യും. പിന്നെ അടുത്ത ജന്മത്തിലായി അടുത്ത സൂക്ഷ്മ ശരീരം, അടുത്ത ആ സൂക്ഷ്മ ശരീരം, അടുത്ത സ്ഥൂല ശരീരം, ആ സ്ഥൂല ശരീരത്തിൽ അടുത്ത പേര്, അതിന്റെ മരണം, അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത സ്ഥൂല ശരീരം, ആ സ്ഥൂല ശരീരത്തിന് വേറെ പേര്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് മോചനത്തിനാണ് നമ്മൾ ഈ വേദാന്തം പഠിക്കുന്നത്. അപ്പോ യഥാർത്ഥത്തില് ഒരു കുഞ്ഞ് ആദ്യത്തെ 10 മാസം സർവാത്മ നിലയിലാണ് അകത്ത് കിടക്കുന്നത്. അവിടെ ഒന്നും അറിഞ്ഞിട്ടില്ല, സർവാത്മ നിലയില. അവിടെ പേരും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. അറിയാവോ അതിന് ഗർഭത്തിൽ കിടക്കുമ്പോ? ഒന്നും അറിയത്തില്ല. സർവാത്മ നിലയില് ആ ഗർഭത്തിനകത്തിരിക്കുന്നു. അപ്പോ ഞാൻ എന്നുള്ള വിചാരമൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇവിടെ പറയുന്നു 11ാം മാസത്തിലാണ് ഞാൻ എന്ന വിചാരം തുടങ്ങുന്നു. 10 മാസം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോ ഞാൻ 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 എന്ന വിചാരം തുടങ്ങും. ആ വരുന്നു. അപ്പോ എന്തുണ്ടായി? അങ്ങനെ ആ വിചാരം വരുമ്പോ ഇവിടെ ഒരു പേരും കൊടുക്കും, ഡിം. അതോടുകൂടി റെഡിയായി. പിന്നെന്തായി? ഞാൻ ആ പേരിലായി. വിചാരം വരുന്നത് 11ാം മാസം. സർവാത്മസ്വരൂപമായി 10 മാസം ഗർഭത്തിലിരിക്കുമ്പോ ഒന്നും അറിയുന്നില്ല. പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളൊരു പേരും ചേർത്തി കൊടുക്കും. അതോടുകൂടി ഞാൻ ആ പേരായി മാറി. ഇതാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണ ശരീരത്തിലും
അജ്ഞാനമുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. കാരണ ശരീരത്തിലും ആത്മാജ്ഞാനം ഉണ്ട്, അതിനാലാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ ഇപ്പോ പറഞ്ഞത്. അതാണ് സത് സ്വരൂപ അജ്ഞാനം. അവനവന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നില്ല. അപ്പോ സത്ത് എന്നാൽ ആത്മ, അത് നമ്മൾ വേറെ വിശദമായിട്ട് പഠിക്കും. സത്ത് എന്നാൽ ആത്മ. ആത്മസ്വരൂപത്തെ പറ്റിയുള്ള അജ്ഞാനം ഇരിക്കുന്ന സ്ഥലമാണ് കാരണശരീരം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ആത്മസ്വരൂപത്തെ പറ്റിയുള്ള അജ്ഞാനം ഇരിക്കുന്ന സ്ഥലം കാരണശരീരം. യത് അസ്തി തത് കാരണശരീരം. യദസ്തി തത് കാരണശരീരം. ആത്മസ്വരൂപത്തെ പറ്റിയുള്ള അജ്ഞാനം ഇരിക്കുന്ന സ്ഥലം കാരണശരീരം. അപ്പൊ അതാണ് പറഞ്ഞ അവിടെ യദസ്തി തത് കാരണശരീരം എന്ന് പറഞ്ഞു. ഏതസ്തി? ഈ പറഞ്ഞ കാരണശരീരം. കിം എന്ന ചോദ്യത്തിന് പറഞ്ഞ അനിർവാച്യ അനാദി അവിദ്യാരൂപം ശരീരദ്വയസ്യ കാരണമാത്രം സത്സ്വരൂപ അജ്ഞാനം നിർവികൽപക രൂപം യദസ്തി തത്കാരണ ശരീരം. ഇതെല്ലാം ഉള്ള ഒരു സംഭവമാണ് കാരണ ശരീരം. അതാണ് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞത്. ഇപ്പൊ 11 കാര്യം പറഞ്ഞതില് 3 നോക്കിയിട്ടുള്ളൂ. നേരത്തെ 11 പറഞ്ഞത് ഏതൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? 11 കാര്യങ്ങളെയാണ് പറഞ്ഞത്. അതില് 3 കാര്യമേ ഇവിടെ ആയിട്ടുള്ളൂ. ഏതാണ് 11? ആത്മാ കഹ എന്ന് ചോദിച്ചില്ലേ? ആത്മാവാരാണ് എന്ന് ചോദിച്ചു. അപ്പൊ എന്തു പറഞ്ഞു? സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്തഃ പഞ്ചകോശ അതീത സൻ അവസ്ഥാത്രയ സാക്ഷി സച്ചിദാനന്ദ സ്വരൂപഃ സൻ യത്തിഷ്ഠതി സ ആത്മാ എന്ന് പറഞ്ഞതിൽ സ്ഥൂല ശരീരത്തെ നോക്കി, സൂക്ഷ്മ ശരീരത്തെ നോക്കി, കാരണ ശരീരത്തെയും നോക്കി. അപ്പൊ 11 3 ഇപ്പൊ നോക്കി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോ അത് സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോ ജനറലി മനസ്സ് എന്ന് മനസ്സിലാക്കി, പാപപുണ്യ വാസനകളെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം എന്ന് മനസ്സിലാക്കി, കാരണശരീരം ഈ പാപപുണ്യ ഫലങ്ങൾക്ക് അനുസരണമായി വാസനകളെ സംസ്കാരത്തെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് കാരണശരീരം എന്ന് മനസ്സിലാക്കി, ഈ പാപപുണ്യ ഫലങ്ങൾക്ക് അനുസരണമായി സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങൾ ഉണ്ടാകുന്നു, ഭോഗ ഉണ്ടാകുന്നു, സുഖ ദുഃഖ അനുഭവങ്ങൾക്ക് കാരണശരീരം, സുഖ ദുഃഖ അനുഭവങ്ങൾക്കായി കാരണശരീരം നിർവികൽപകമാണ്, വിത്താണ്, അനിർവാച്യം, അനാദി, ആത്മ, അജ്ഞാനം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളാണ് പറഞ്ഞു. ഒന്നുകൂടെ നോക്കാം. സൂക്ഷ്മ ശരീരം ജനറലി മനസ്സാണ്. പാപപുണ്യ വാസനകളെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം കാരണശരീരം. ഈ പാപപുണ്യ ഫലങ്ങൾക്ക് അനുസരണമായി സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ ഉണ്ടാകുന്നു. അതായത് ഭോഗ ആയതനം ഉണ്ടാകുന്നു. ഭോഗ ആയതനമാണ് സ്ഥൂല ശരീരം, അതുണ്ടാകുന്നു. സുഖ ദുഃഖ അനുഭവങ്ങൾക്കായിട്ടാണ് അതുണ്ടാകുന്നത്. സുഖവും ദുഃഖവും അനുഭവിക്കുന്നുണ്ടല്ലോ ജീവിതത്തില്, അതിനാണ് സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം വരുന്നത്, മനസ്സ് വരുന്നത്. അപ്പൊ കാരണശരീരം എന്ന് പറഞ്ഞാൽ നിർവികൽപകമാണ്, ഒരു വിത്താണ്, ബീജമാണ്, അനിർവാച്യമാണ്, അനാദിയാണ്, ആത്മ അജ്ഞാനമാണ് എന്ന് വിശദമായിട്ട് കാരണശരീരത്തെ കുറിച്ച് ഇവിടെ ആചാര്യസ്വാമികള് വളരെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 3 അവസ്ഥകളെ കുറിച്ചാണ്. എന്താണ് അവിടെ പറഞ്ഞത്? അവസ്ഥാത്രയ സാക്ഷി എന്ന് പറഞ്ഞു. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓരോന്നായിട്ട് പോയാലേ മനസ്സിലാവും. ഓരോ സെക്ഷനായിട്ട് അങ്ങ് പോവാം. അപ്പോ സ്ഥൂല ശരീരം ആദ്യം പഠിച്ചു, സൂക്ഷ്മ ശരീരം പഠിച്ചു, ഇപ്പൊ കാരണ ശരീരവും പഠിച്ചു. ഇത് 3 വ്യക്തമായി മനസ്സിലാക്കുക. അതിനുശേഷം നമുക്കിനി അവസ്ഥാത്രയ സാക്ഷിയായിരിക്കുന്ന ആളെ നമുക്ക് പരിചയപ്പെടാം. ആരാണ് 3 അവസ്ഥകളിലും സാക്ഷിയായിരിക്കുന്നേ എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. കൂടുതൽ ഇത് വിശദമായിട്ട് മനസ്സിലാക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സായിറാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.
సాయిరామ్ సార్. ఓం సాయిరామ్ సార్. సాయిరామ్ సార్. సాయిరామ్ సాయిరామ్ సార్.